പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ വചനം പഠിക്കുവാൻ, മാറ്റമില്ലാത്ത ദൈവവചനം ധ്യാനിപ്പാൻ ദൈവം നമുക്ക് തരുന്ന വിലയേറിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 19 വരെയുള്ള വാക്യമാണ് നാം ധ്യാനിച്ചു കൊണ്ടിരുന്നത്. ഒരിക്കൽ കൂടെ നമുക്ക് വാക്യം വായിക്കാം. എഫെസ്യ ലേഖനം 1-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അതുനിമിത്തം ഞാൻ നിങ്ങൾ കർത്താവിലെ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരുടെ സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെ ആത്മാവിനെ തരണമെന്നും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാതന്നെ ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൽ ആയ വീണ്ടും ജനിക്കപ്പെട്ട ഒരു വിശ്വാസി അല്ലെങ്കിൽ വിശുദ്ധൻ, വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതൽ ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഒരു പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്ന വചനമാണ് നാം ധ്യാനിച്ചുകൊണ്ടിരുന്നത്. 7-fold prayer of Paul. 7 വിധ കാര്യങ്ങളെ ഊന്നി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. ഞാൻ ഇന്നലെ അത് വിവരിച്ചു പറയാനിടയായി. സ്പിരിറ്റ് ഓഫ് വിസ്ഡം ആൻഡ് നോളജ്, പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെ ആത്മാവിനെ, റെവലേഷൻ സ്പിരിറ്റ് വെളിപ്പാടിന്റെ ആത്മാവിനെ തരേണ്ടതിന്, മൂന്നാമതായിട്ട് ഐസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഹൃദയദൃഷ്ടി പ്രകാശിക്കാനായിട്ട്, നാലാമതായിട്ട് ഹോപ്പ് ഓഫ് കോളിംഗ് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയാനായിട്ട്, അഞ്ചാമതായിട്ട് ഇൻഹെറിറ്റൻസ് ദ റിച്ചസ് ഓഫ് ഗ്ലോറി ഈസ് ഗ്ലോറിയസ് ഇൻഹെറിറ്റൻസ് ഇൻ ഹിസ് ഹോളി പീപ്പിൾ, വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്ന് തിരിച്ചറിയാനായിട്ട്, ആറാമത്തത് അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തെ തിരിച്ചറിയാൻ, അടുത്തത് വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വെരി പവർഫുൾ പ്രയർ ഓഫ് പോൾ. ഇതിന്റെ 2 പോയിന്റുകളാണ് ഇന്നലെ നമ്മൾ ധ്യാനിച്ചത്. മൂന്നാമത്തേതിലേക്ക് വരുമ്പോൾ, പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ ഭൃത്യനായ അഭിഷക്ത ശുശ്രൂഷകനായ ഡെമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് പരിശുദ്ധാത്മാവിനാൽ ഉൾക്കണ്ണുകളെ തുറക്കപ്പെട്ട, കണ്ണുകളിൽ നിന്ന് ചെതുമ്പൽ പോലെ കണ്ണിന്റെ കുരുട്ട് കണ്ണുകളെ എടുത്തു മാറ്റി ആത്മക്കണ്ണുകളെ പ്രകാശിപ്പിച്ച, അല്ലെങ്കിൽ ബാഹ്യമായ കാഴ്ചശക്തിയെ എടുത്തു മാറ്റിയിട്ട് ആന്തരിക മനുഷ്യന്റെ, അകത്തെ മനുഷ്യന്റെ, ഇന്നർമാന്റെ കണ്ണുകളെ തുറന്ന വെളിപ്പാടുകൾ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നിനെയും കാണാൻ കഴിയാത്തവണ്ണം വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിറച്ച് 3-ാം സ്വർഗത്തോളം കൊണ്ടുപോയി സ്വർഗത്തിന്റെ സീമകളിൽ ഇരുത്തപ്പെട്ട ഭക്തനായ പൗലോസ് പറയാണ്, നിങ്ങളുടെ ആത്മക്കണ്ണുകൾ തുറക്കണം, നിങ്ങളുടെ അകത്തെ മനുഷ്യന്റെ കണ്ണുകൾ തുറക്കണം. ഇന്നു രാത്രി നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള നന്മകൾ കാണുവാൻ കഴിയാതെ, ക്രിസ്തുവിലുള്ള നമ്മുടെ മഹിമാധനത്തെ കാണുവാൻ കഴിയാതെ, സ്വർഗം നമ്മളിലേക്ക് പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയെ തിരിച്ചറിയുവാൻ കഴിയാതെ, ആത്മക്കണ്ണുകളെ കുരുട്ടാക്കി കളയുന്ന സകലവിധ പോരുകളും ഇന്നു രാത്രി അഴിഞ്ഞു മാറിയിട്ട്
പൗലോസിന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോയതുപോലെ ഒരു ആത്മകണ്ണ് നമുക്ക് വേണ്ടി തുറക്കപ്പെടാനായി ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന്റെ വചനം പറയാണ്, ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട്, ഹൃദയദൃഷ്ടി പ്രകാശിച്ചാലേ അതിന്റെ താഴോട്ട് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയും. ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്ന് തിരിച്ചറിയും. ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ അവന്റെ ബലത്തിന്റെ വല്ലഭത്വം നാം തിരിച്ചറിയും. ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. Only one thing you have to pray, God, open my inner eyes. എന്റെ ആത്മകണ്ണുകളെ തുറക്കണമേ, ആത്മകണ്ണുകളെ തുറക്കണമേ. ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന ദേവദാസന്മാരോട്, കർത്താവിന്റെ വേലയിലുള്ളവരോട് ആമേൻ, ഇന്നു രാത്രി പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, God is changing your focus. നിങ്ങളുടെ കാഴ്ച ശക്തിയെ ദൈവം മാറ്റുകയാണ്. ഹ്രസ്വദൃഷ്ടിയെ മാറ്റിയിട്ട് ഹല്ലേലൂയ ആമേൻ, ഒരു കഴുകന്റെ കണ്ണുകൾ പോലെ an eagle vision, 2020 വിഷൻ, ഒരു ഈഗിൾ വിഷൻ സ്വർഗം നിങ്ങൾക്ക് ഇന്ന് രാത്രി തരികയാണ്. എന്താണ് കഴുകന്റെ കാഴ്ചയുടെ പ്രത്യേകത? എത്ര അടി ഉയരത്തിൽ പറക്കുമ്പോഴും താഴെ കോഴിയോട് കൂടെ നിന്ന് തീറ്റ തിന്നുന്ന കോഴിക്കുഞ്ഞിനെ പോലും ക്ലിയർ ആയിട്ട് കാണത്തക്കവണ്ണം അത്ര വ്യക്തമായ ഒരു കാഴ്ച ശക്തി ഇന്നു രാത്രി ആത്മകണ്ണുകളെ ദൈവം തുറക്കും. യെസ്, നിങ്ങൾ പറ, പിശാചേ, ഇത്രയും നാൾ നീ എന്നെ മണ്ടനാക്കി, ഇത്രയും നാൾ എന്റെ കണ്ണുകളെ നീ അടച്ചു വെച്ചു. എന്നാൽ ഇന്ന് രാത്രി സ്വർഗം എനിക്ക് വെളിപ്പെടുത്തി തരാൻ പോകുക, ഞാൻ ക്രിസ്തുവിൽ ആരാണെന്ന്, എന്റെ ക്രിസ്തുവിലുള്ള ഐഡന്റിറ്റി ഞാൻ തിരിച്ചറിയാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഈ ക്ലാസ്സിലൂടെ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ, ഒരു വലിയ ഷിഫ്റ്റ്, ഒരു വലിയ ബ്രേക്ക് ത്രൂ ഈ കടന്നു വന്ന ജനത്തിന്റെ മേൽ പകരപ്പെടുന്നത് ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു. ശ്രദ്ധിച്ചാട്ടെ ദൈവമക്കളെ, ആമേൻ, നിങ്ങൾ അറിയണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഒരു തിരിച്ചറിവിലേക്ക് നിങ്ങൾ വരണം. നമ്മൾ ക്രിസ്തുവിൽ ആരാണെന്ന് തിരിച്ചറിയണം. പ്രൈസ് ഗോഡ്. ഒന്നാമത് നാം തിരിച്ചറിയേണ്ടത് ഹോപ്പ് ഓഫ് ഹിസ് കോളിംഗ്, അവന്റെ വിളിയാലുള്ള ആശ എന്നതെന്ന് തിരിച്ചറിയണം. ദ ഗ്ലോറി ഓഫ് ഹിസ് ഇൻഹെറിറ്റൻസ്, തന്റെ മഹത്വത്തിന്റെ ധനം, മഹിമാധനം ഇന്നതെന്ന് നാം തിരിച്ചറിയണം. 3, ദ ഗ്രേറ്റ്നെസ് ഓഫ് ഹിസ് പവർ, അവന്റെ ശക്തിയുടെ വലിപ്പം. അപ്പൊ 3 കാര്യങ്ങൾ, 3 വാക്കുകളാണ് എന്നെ എന്റെ ഹൃദയത്തെ പിടിച്ചത്, എന്റെ ശ്രദ്ധയെ ആകർഷിച്ചത്. 1 ഹോപ്പ്, 2 ഗ്ലോറി, 3 ഗ്രേറ്റ്നെസ്. ഹോപ്പ് ഓഫ് ഹിസ് കോളിംഗ്. ശ്രദ്ധിച്ചേ, ആത്മകണ്ണുകൾ തുറക്കുമ്പോൾ നമ്മുടെ മേൽ കിടക്കുന്ന വിളി എന്താണെന്ന് മനസ്സിലാവും. നമ്മുടെ മേൽ കിടക്കുന്ന വിളി എന്താണെന്ന് മനസ്സിലാകുമ്പോൾ ആ വിളിയെ ഫുൾഫിൽ ചെയ്യാനുള്ള മഹിമാധനം നമ്മുടെ മേൽ പകരപ്പെട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാകും. ആ മഹിമാധനത്തിനപ്പുറമായി ആ വിളിച്ച വിളിക്ക് നമ്മളെ നിയുക്തരാക്കുന്ന ആത്മശക്തിയുടെ ഒരു ബാക്കപ്പ്, അല്ലെങ്കിൽ ആത്മശക്തിയുടെ ഒരു നിയോഗം, ആ പുതപ്പ് പോലെ നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ മേൽ ഇതെല്ലാം പകരപ്പെടുവാനുള്ള കാരണമായി തീർന്നത് പരിശുദ്ധാത്മാവിന്റെ പുനരുദ്ധാരണമായ പ്രവർത്തനത്തെ നാം വിശ്വസിച്ചതുകൊണ്ട്, ആ ക്രിയ നമ്മളിൽ നടന്നതുകൊണ്ട്, ആത്മീയ അന്ധരായിരുന്ന നമ്മളെ ക്രിസ്തുവിനെ കാണുവാൻ, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, ഗ്ലോറിഫൈ യുവർ നെയിം, ഹല്ലേലൂയ. സോ പൗലോസിന്റെ ഈ പ്രാർത്ഥനകളും ഈ എഴുത്തുകളും ഒന്നും ഒരു മോട്ടിവേഷൻ അല്ല. There are so many motivational speakers. Paul's letters are not motivations, it is revelations. Motivations only will stand for hours, but revelation is eternal. Motivation നമ്മുടെ അകത്തെ തലച്ചോറില് അതിനെ അവൻ ഉത്തേജിപ്പിക്കുന്നതാണ്. എന്നാൽ വെളിപ്പാടുകൾ നമ്മുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്നതാണ്. 1 കൊരിന്ത്യർ 2:14 പറയുന്നു, പ്രാകൃത മനുഷ്യന്
ദൈവത്തിന്റെ ഉപദേശം കൈക്കൊള്ളാൻ പറ്റത്തില്ല. ദ ഫ്ലെഷ്ലി മാൻ, പ്രാകൃത മനുഷ്യന് പറ്റത്തില്ല. അതവന് ഭോഷത്വമാ. നമ്മളൊരു ആത്മീയ വിഷയം, തൃത്വം, പരിശുദ്ധാത്മാഭിഷേകം, ആത്മനിറവിൻ ജീവിതം, ഇതൊക്കെ നാം പറയുമ്പോൾ, താങ്ക് യു ജീസസ്, ആത്മകണ്ണുകൾ തുറക്കപ്പെടാത്തൊരു മനുഷ്യന് അതൊന്നും ഗ്രഹിക്കാൻ പറ്റത്തില്ല. ആത്മീയ വിഷയങ്ങൾ നമ്മൾക്ക് ഗ്രഹിക്കണമെങ്കിൽ ആത്മകണ്ണുകൾ നമുക്ക് തുറക്കപ്പെടണം. ആത്മകണ്ണുകൾ തുറക്കപ്പെടാതെ ആത്മീയ വിഷയങ്ങളെ ഗ്രഹിക്കാൻ പറ്റില്ല. ആത്മകണ്ണുകൾ തുറക്കപ്പെടാത്ത ഒരാൾ 26 സെഷൻ ബൈബിൾ ക്ലാസ് കേട്ടാലും അവർക്ക് സ്നാനം എന്തെന്ന് മനസ്സിലാകത്തില്ല. ആത്മകണ്ണുകൾ തുറക്കാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ എത്ര പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താലും അവർ അഭിഷേകത്താൽ നിറയത്തില്ല. അവരുടെ കണ്ണുകൾ തുറക്കപ്പെടണം. നമുക്കറിയാം, പഴയ നിയമത്തിൽ ഹാഗറിനെ അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതിന് മുമ്പ് തന്നെ സ്വർഗം ഹാഗറിനു വേണ്ടി അത്ഭുതകരമായി ബെർഷേബ മരുഭൂമിയുടെ വിരുമാറുകളെ തുറന്ന് ഒരു ഉറവ തുറന്നായിരുന്നു. പക്ഷെ ഹാഗറിന് അത് കാണാൻ പറ്റിയില്ല. ഒരു അമ്പിമ്പാട് ദൂരത്ത് കുഞ്ഞിനെ മാറ്റിക്കിടത്തി കരയുമ്പോൾ ദൂതൻ ഇറങ്ങി വന്ന് പറഞ്ഞു, ഹാഗറെ, നീ ഭയപ്പെടണ്ട, നിന്റെ കുഞ്ഞിന്റെ കരച്ചിൽ ദൈവസന്നിധിയിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് രാത്രി ആത്മാവിലൊരു ദൂത് പറയട്ടെ, കുഞ്ഞുങ്ങളുടെ കരച്ചിൽ തലമുറകൾക്ക് വേണ്ടി കരുതുന്ന ദൈവം ഇന്നു രാത്രി ഭവനങ്ങൾക്കകത്ത് വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹാഗറെ, നീ ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. നിനക്ക് വേണ്ടി അബ്രഹാമിന്റെ കരുതലല്ല, നിനക്ക് വേണ്ടി ഒരിക്കലും വറ്റാത്തൊരു നീരുറവ ഞാൻ ഇവിടെ തുറന്നിട്ടുണ്ട്. ആൻഡ് ഗോഡ് ഓപ്പൺഡ് ഹെർ ഐസ്. ദൈവം ഹാഗറിന്റെ കണ്ണുകളെ തുറന്നു. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാര് കർത്താവായ യേശു ക്രിസ്തു കൂടെ നടന്നിട്ടും കർത്താവ് ആരാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഇറ്റ് ഈസ് ദ പിക്ചർ ഓഫ് ദ റിയൽ ക്രിസ്ത്യാനിറ്റി റൈറ്റ് നൗ. ഈ സമയത്തെ ക്രിസ്ത്യാനികളുടെ എന്ന് പറയുന്ന നമ്മളെല്ലാവരുടെയും പിക്ചർ അത്. കർത്താവ് കൂടെ നടന്നിട്ട് ആ വചനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും കർത്താവ് ആരാണെന്ന് അവർക്ക് മനസ്സിലായില്ല. കാരണം അവരുടെ കണ്ണുകൾ നിരോധിച്ചിരുന്നു. എന്നാൽ അപ്പം നുറുക്കി കൊടുത്തിട്ട് ആത്മ കണ്ണുകളെ തുറന്നപ്പോൾ അവർക്ക് മനസ്സിലായി, ഞങ്ങളുടെ അകം കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശ്രദ്ധിച്ചാണ് ദൈവമക്കളെ. ആമേൻ. ദോതാനിൽ എലീശയുടെ ശിഷ്യൻ താൻ പിടിക്കപ്പെട്ടു പോയെന്ന് നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഓടി വരുമ്പോൾ എലീശ പ്രാർത്ഥിച്ചു, ശിഷ്യന്റെ കണ്ണുകളെ തുറക്കണമേ, കണ്ണുകളെ തുറക്കണമേ. ദൈവം ആ പ്രാർത്ഥന ഉടൻ തന്നെ കേട്ടിട്ട് ശിഷ്യന്റെ കണ്ണ് തുറന്നു. അവൻ വന്ന് പറഞ്ഞത് സത്യമാണ്. അരാമ്യ സൈന്യം ഈ പട്ടണത്തെ മുഴുവൻ വളഞ്ഞിരിക്കുകയാണ്. സത്യമായ കാര്യമാ. ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മുടെ ഫ്ലഷ്ലി കണ്ണുകൊണ്ട്, ജഡത്തിന്റെ കണ്ണുകൊണ്ട് നാം നോക്കുമ്പോൾ നാം ജഡത്തെ കാണും. ആത്മ കണ്ണുകൾ കൊണ്ട് നാം നോക്കിയാൽ ആത്മമണ്ഡലം കാണും. ഇന്നു രാത്രി ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ കാണേണ്ടത്, അവൻ കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് അവന്റെ ബാഹ്യമായ കണ്ണുകൾ കൊണ്ടല്ല. ചിലർ അവരുടെ ഭാവിയെ അവരുടെ ഫ്ലഷ് കണ്ണുകൊണ്ടാണ് കാണുന്നത്. എന്നാൽ ഇന്നു രാത്രി ആത്മക്കണ്ണുകൾ തുറന്നു കാണട്ടെ. ആത്മക്കണ്ണുകളുടെ പ്രത്യേകത അത് ഉയരത്തിലെ കാഴ്ചശക്തിയാണ്. അതൊരു ഈഗിളയാണ്. അത് സ്വർഗത്തിലിരുന്ന് താഴോട്ട് നോക്കുന്ന ദർശനമാണ്. അതാണ് ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത്. എഫേസ്യ ലേഖനം താഴെയിരുന്ന് മുകളിലേക്ക് നോക്കുന്ന ഒരു വ്യൂ അല്ല. എഫേസ്യ ലേഖനം നമ്മളെ സ്വർഗത്തിന്റെ മഹിമാധന സ്ഥലത്ത് കൊണ്ടിരുത്തി, സ്വർഗത്തിന്റെ വലത്തുഭാഗത്തിരുത്തി, ഹല്ലേലൂയ, സ്വർഗത്തിൽ ഉയർത്തെഴുന്നേൽപ്പിച്ച് ക്രിസ്തുവിനോട് കൂടെ കൊണ്ട് ഇരുത്തിയിരിക്കുന്ന ദർശനമാണ് എഫേസ്യ ലേഖനത്തിന്റെ ദർശനം.
ഇത് നമ്മുടെ അകത്തേക്കൊന്ന് പതിയപ്പെട്ടാൽ നമ്മൾ ആള് മാറിയവരെ പോലെ ഇന്ന് രാത്രി രൂപാന്തരപ്പെടും. യെസ്, യേശുവിന്റെ നാമത്തിൽ ഈ കണ്ണ് അടച്ചു വെച്ചിരിക്കുന്ന പൈശാചിക മേഖലകളുണ്ട്. ഒന്ന്, പ്രത്യേകിച്ച് പെന്തിക്കോസ്തുകാരായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആരൊക്കെയോ എവിടെയൊക്കെയോ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ച, തെറ്റിദ്ധരിപ്പിച്ച പരിശുദ്ധാത്മാവിനെ പറ്റിയോ കൃപാവരങ്ങളെ പറ്റിയോ മറ്റ് ക്രിസ്തുവുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മുടെ തലച്ചോറിലേക്ക് പകരപ്പെട്ട നെഗറ്റീവ്സിനെ ഒക്കെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഉടച്ചു മാറ്റുകയാണ്. നിങ്ങളുടെ ശുശ്രൂഷയുടെ റലം, നിങ്ങളുടെ ശുശ്രൂഷയുടെ ഡെപ്ത്, നിങ്ങൾ ക്രിസ്തുവിൽ ആരാണെന്നുള്ള ആ ഒരു വെളിപ്പാട് ഇന്ന് രാത്രി ആത്മാവിൽ തുറന്നു കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ പിടിച്ചാൽ കിട്ടത്തില്ല. എലീശയുടെ ശിഷ്യന്റെ കണ്ണ് തുറന്നപ്പോൾ അവൻ കണ്ടുകൊണ്ടിരുന്ന കാഴ്ച മാറി, അവന്റെ റലം മാറി, കാഴ്ചയുടെ റലം മാറി. ഇത്രയും നേരം അവൻ കണ്ടുകൊണ്ടിരുന്ന ഇരുമ്പ് രഥമായിരുന്നു. ഫ്ലഷ് കൊണ്ട് നോക്കിയപ്പോൾ ഫ്ലഷ് കൊണ്ടുള്ള കുതിരയായിരുന്നു, ജഡം കൊണ്ടുള്ള കുതിരകൾ. ആമേൻ, ഹാലലൂയ. മാംസത്തിന്റെ കുതിരകൾ. മാംസക്കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ നീ മാംസത്തെ കാണും. എന്നാൽ ആത്മക്കണ്ണ് തുറന്നപ്പോൾ എലീശയുടെ ശിഷ്യൻ വിളിച്ചു പറയുക, ഞാൻ അഗ്നിരഥങ്ങളും അഗ്നി അശ്വങ്ങളും കാണുന്നു. ഹാലലൂയ. അതാ മലയെ മൊത്തം ചുറ്റിയിരിക്കുക. നിന്റെ ഫ്ലഷിലെ കണ്ണുകൊണ്ട് നോക്കിയാൽ കൊറോണ എന്ന പാൻഡമിക്കിനെ കാണാൻ പറ്റും. അത് അനേക ആയിരങ്ങളെ കൊല്ലുന്നത് കാണാൻ പറ്റും. അനേകരുടെ നിലവിളി നിനക്ക് കാണാൻ പറ്റും. ഒത്തിരി ബിസിനസ്സുകൾ തകർക്കപ്പെടുന്നത് കാണാൻ പറ്റും. അനേകർ ലോകത്തിൽ അവരുടെ ജീവനെ അവസാനിപ്പിക്കുന്നത് കാണാൻ പറ്റും. എന്നാൽ ഇന്നു രാത്രി ആത്മക്കണ്ണുകളെ തുറന്നിരിക്കുമ്പോൾ ആത്മാവിൽ നിനക്ക് കാണാൻ പറ്റും. കട്ടളക്കാലിന്മേലും കുറുമടിമേലും പുണ്യാഹ രക്തം പതിക്കപ്പെട്ടിട്ടുണ്ട്. സംഹാര ദൂതനന്റെ വീട്ടിനകത്ത് കടക്കാൻ പറ്റില്ല. എന്റെ കാല് കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. തന്റെ സൈന്യം എനിക്ക് വേണ്ടി പാളയമിറങ്ങി നിൽപ്പുണ്ട്. രക്തത്തിന്റെ കോട്ട എനിക്ക് അടയാളമുണ്ട്. തീമതിലായി ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ കൂടെയുണ്ട്. എന്റെ ശരീരത്തിൽ ഞാൻ വഹിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ ശക്തിയുണ്ട്. ഒരു രോഗത്തിനും എന്നെ തൊടുവാൻ പറ്റില്ല. ഒരു ശാപത്തിനും എന്മേൽ വാഴുവാനൊക്കില്ല. ഞാൻ ക്രിസ്തുവിൽ ജയാളിയാണ്. ഞാൻ ക്രിസ്തുവിൽ സമ്പന്നനാണ്. ഞാൻ ക്രിസ്തുവിൽ പൂർണ്ണനാണ്. ഞാൻ ക്രിസ്തുവിൽ റൈറ്റസ് ആണ്. ഞാൻ ക്രിസ്തുവിൽ നീതിമാനാണ്. ആ നീതിബോധം നമ്മളെ ഭരിക്കുവാൻ ഇടയായി തീരും. താങ്ക് യു ജീസസ്. ആത്മാവിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ഹൃദയദൃഷ്ടി, ബ്രെയിൻ ടു ഹാർട്ട് ഒരു ചേഞ്ച് ഉണ്ടാകണം കേട്ടോ. നമ്മളെല്ലാം ബ്രെയിൻ കൊണ്ടാണ് ചെയ്യുന്നത്. അയ്യോ, സുവിശേഷ വേലയാണെങ്കിലും ചർച്ചിന്റെ പണിയാണെങ്കിലും ചർച്ചിന്റെ ഭാവിയാണെങ്കിലും നമ്മുടെ ബ്രെയിൻ കൊണ്ട് നമ്മൾ ഒതുക്കും. നമ്മുടെ തലച്ചോറ് കൊണ്ട് ഒതുക്കും. ഇന്ന് രാത്രി ചിന്തിച്ചോണം, നമ്മുടെ തലച്ചോറിന് പരിമിതിയുണ്ട്. എന്നാൽ നമ്മുടെ അകത്തിരിക്കുന്ന ദൈവശക്തിക്ക് പരിമിതിയില്ല. അത് വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പമാണ്. സഭയെ പണിയത് തലച്ചോറ് കൊണ്ടല്ല. സഭയെ പണിയേണ്ടത് ഹ്യൂമൻ ടെക്നിക്കുകൾ കൊണ്ടല്ല. സഭയെ പണിയേണ്ടത് ക്രിസ്തുവിന്റെ എന്ന പാറമേലാണ്. യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവിന്മേൽ സഭയെ പണിയുവാൻ ഇന്ന് രാത്രി സ്വർഗം നമ്മളോട് ബുദ്ധി ഉപദേശിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ബുദ്ധി കൊണ്ട് പണിഞ്ഞാൽ ആ പണിക്കൊരു പരിമിതിയുണ്ട്. നമ്മുടെ ബുദ്ധി സീമകൾക്ക് അപ്പുറത്തേക്ക് നമുക്കതിനെ കൊണ്ടുപോകാൻ പറ്റില്ല. ഇന്ന് രാത്രി ശ്രദ്ധിച്ചാട്ടെ. നമ്മുടെ ബ്രെയിനിൽ നിന്ന് ഹാർട്ടിലേക്ക് ഒരു ചേഞ്ച് ഉണ്ടാകണം. ഹല്ലേലൂയ. ഒരു ട്രാൻസ്ഫർ നടക്കണം. ഒരു മാറ്റം സംഭവിക്കണം. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. Bless your name, O Jesus. Bless your name, O God. Hallelujah. Eyes of the inner man. അപ്പോൾ ശ്രദ്ധിച്ചോണം, പരിശുദ്ധാത്മാവിൽ ഇന്ന് രാത്രി പറയാനുള്ളത്, നമ്മുടെ പുറത്തെ മനുഷ്യന് കണ്ണുകൾ ഉള്ളതുപോലെ തന്നെ നമ്മുടെ അകത്തെ മനുഷ്യന് കണ്ണുകളുണ്ട്. നമ്മുടെ പുറത്തെ മനുഷ്യന് ഫീൽ ചെയ്യാൻ പറ്റുന്നത് പോലെ അകത്തെ മനുഷ്യന് ഫീൽ ചെയ്യാൻ പറ്റും. ആമേൻ. പുറത്തെ മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന പോലെ അകത്തെ മനുഷ്യന് കേൾക്കാൻ പറ്റും. ദൈവം സംസാരിക്കുന്നു, ദൈവം ഇടപെടലുകൾ നടത്തുന്നു മൊത്തം നമ്മുടെ അകത്തെ മനുഷ്യനിലൂടെ. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞല്ലോ, സ്പിരിറ്റ് മാൻ അല്ലെങ്കിൽ ഇന്നർ മാൻ, അകത്തെ മനുഷ്യൻ. എന്തുവാ ഈ അകത്തെ മനുഷ്യൻ? അകക്കണ്ണെന്നൊക്കെ പറയുമ്പോൾ എന്തുവാ? അല്ലെങ്കിൽ നമുക്ക് മൂന്നാം കണ്ണെന്നൊക്കെ പറയുന്ന പോലെയാണോ? ഒരിക്കലും അല്ല. ദാറ്റ്സ് നോട്ട് റിലേറ്റഡ് ടു ദാറ്റ്. ബട്ട് തിങ്ക്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ്, ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, നിങ്ങളിൽ നൽകപ്പെട്ട പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മാവിനോട് നിങ്ങൾ ദൈവമക്കൾ ആണ് എന്ന്
സാക്ഷ്യം പറയുന്നു. The Spirit, the Holy Spirit in you testifies to your spirit that you are a child of God. നിങ്ങളൊരു ദൈവ പൈതലാണെന്ന് നിങ്ങളോട് തന്നെ പറയുന്നു. കാരണം നമ്മൾ തെറ്റിപ്പോകുന്ന സമയങ്ങളിൽ, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കൂടെ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. ഓ, യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്, യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്. നീ ദൈവത്തിന്റെ മകനാണ്, നീ ദൈവത്തിന്റെ മകളാണ്, നിന്നെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടിരിക്കുകയാണ്. നീ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, നീ ആത്മാവിൽ സമ്പന്നനാണ് എന്നൊക്കെ ഈ പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. സ്തോത്രം. അപ്പൊ ശ്രദ്ധിച്ചേ, അപ്പൊ രണ്ട് ആത്മാവുണ്ടോ ഒരു മനുഷ്യന്? ഹോളി സ്പിരിറ്റും ഹ്യൂമൻ സ്പിരിറ്റും ഉണ്ടോ? നിശ്ചയമായിട്ടുണ്ട്. പക്ഷെ ഇത് രണ്ടും രണ്ടല്ല, ഇത് രണ്ടും ഒന്നായിരിക്കുകയാണ്. They are united together. God's spirit and your spirit became one and it is inseparable. അതിനെ വേർതിരിക്കാൻ പറ്റാതെ ഒന്നായിട്ടിരിക്കുകയാണ്. ഉപ്പ് അലിയുന്നത് പോലെ, വെള്ളത്തിനകത്ത് അലിഞ്ഞു ചേർന്നിരിക്കുന്നത് പോലെ ക്രിസ്തുവിനോട് നാം അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ശ്രദ്ധിച്ച, കണ്ണുകൾ തുറക്കപ്പെടണം, കണ്ണുകൾ തുറക്കപ്പെടണം. ആത്മമനുഷ്യൻ, നമ്മുടെ അകത്തൊരു ആത്മമനുഷ്യനുണ്ട്. ആ മനുഷ്യനിൽ വേണം പ്രാർത്ഥിക്കാൻ, ആ മനുഷ്യനിൽ വേണം ജീവിക്കാൻ. ലെറ്റ് ദാറ്റ് ഇന്നർ മാൻ ബി ആക്ടിവേറ്റഡ്. ആ അകത്തെ മനുഷ്യനൊന്ന് ബലപ്പെടട്ടെ. ആ ബുദ്ധി കൊണ്ട് പാടിയത് മതിയെന്നേ, ആ ബുദ്ധി കൊണ്ട് പ്രസംഗിച്ചത് മതി, ബുദ്ധി കൊണ്ട് സഭയ്ക്കകത്തി കളിച്ചത് മതിയെന്നേ. ദൈവരാജ്യത്തിന് നിന്റെ ബുദ്ധിയല്ല വേണ്ടുന്നത്. ദൈവരാജ്യത്തിൻ്റെ അകത്ത് നിന്റെ അകത്തെ മനുഷ്യനൊന്ന് ശക്തിയോടെ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. അതാണ് പൗലോസിന്റെ പ്രാർത്ഥനയിൽ 3-ാം അധ്യായത്തിലും അദ്ദേഹം ആ അകത്തെ മനുഷ്യനെ പറ്റി പറയുന്നുണ്ട്. 3-ാം അധ്യായം 16-ാം വാക്യം, അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണമാ നമ്മുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്നത്. നമ്മുടെ പുറത്തെ മനുഷ്യൻ നമ്മൾ ബൂസ്റ്റും ബോൺവിറ്റയും ഹോർലിക്സും കഴിച്ച് ശക്തിപ്പെടുത്തുന്നത് പോലെ നമ്മുടെ അകത്തെ മനുഷ്യനെ തൻ്റെ മഹത്വത്തിൻ്റെ ധനം വന്ന് ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഇന്ന് രാത്രി നിങ്ങൾ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യു ക്യാൻ ടച്ച് യുവർ ഇന്നർ മാൻ. നിങ്ങളുടെ അകത്തെ മനുഷ്യനെ നിങ്ങൾക്ക് തൊടുവാൻ പറ്റും. യു ക്യാൻ ഫീൽ ദാറ്റ് there is a person inside of you that is Christ, the hope of glory in you. നിങ്ങളുടെ അകത്തിരിക്കുന്നത് ആരാ? നിങ്ങളുടെ അകത്തെ മനുഷ്യന്റെ പേര് ഞാൻ പറയാം. ക്രിസ്തു അനുരൂപരായ ക്രിസ്തു മഹത്വത്തിന്റെ ധനമായ ക്രിസ്തുവാണ് നിങ്ങളുടെ അകത്തിരിക്കുന്നത്. ഞാൻ ആത്മാവിൽ ഒരു പടി അകത്തോട്ട് കയറി പറയട്ടെ, നിങ്ങളുടെ അകത്തെ മനുഷ്യന്റെ ഒരു സ്കാനിങ് എടുക്കാൻ പറ്റിയാൽ the print will come just like Jesus. യേശുവിനെ പോലെ തന്നെയാ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ഇരിക്കുന്നത്. ബിക്കോസ് കർത്താവ് നിങ്ങളെ നിർമ്മിച്ചത് തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഇന്ന് രാത്രി ശ്രദ്ധിച്ചാട്ടെ, ഒരു അല്പം പരിശുദ്ധാത്മാവ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ വരണം. നിങ്ങൾ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വേറെ ഒന്നും, ഈ ദിവസങ്ങളിലെ മെസ്സേജിൽ വേറെ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത്. ജസ്റ്റ് കോൺസെൻട്രേറ്റ്. ഇതിനകത്ത് ദൈവവചനത്തിൻ്റെയൊക്കെ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകാതെ പിശാച് അതിനെ ചെതറിപ്പിച്ച് കളയാൻ ശ്രമിക്കും. അതായത് ചേമ്പലയിൽ വെള്ളം വീഴുന്നത് പോലെ നിങ്ങളുടെ ഈ അകത്തേക്ക് വെളിപ്പാടിനെ കയറ്റാതിരിക്കാൻ പിശാച് മാക്സിമം ശ്രമിക്കും. കാരണം നിങ്ങളുടെ അകത്ത് ഈ വെളിപ്പാട് കയറിക്കഴിഞ്ഞാൽ നിങ്ങൾ പിശാചിന് തട്ടാൻ നിങ്ങളെ കിട്ടത്തില്ല. ഒരു സൂപ്പർ നാച്ചുറൽ ബ്രേക്ക് ത്രൂ നിങ്ങളുടെ ശുശ്രൂഷയിൽ, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ, നിങ്ങളുടെ വിശുദ്ധ ജീവിതത്തിൽ സംഭവിക്കും. ഇത്രയും നാൾ എന്തുകൊണ്ട് ആത്മാക്കളെ നേടാൻ പറ്റുന്നില്ല? ശുശ്രൂഷയിൽ എന്തുകൊണ്ട് പ്രയോജനപ്പെടാൻ പറ്റുന്നില്ല? ഇത്രയും നാൾ നമ്മൾ കളിച്ചത് നമ്മുടെ ബ്രെയിൻ കൊണ്ടാണ്. അങ്ങനത്തെ ഒരു കളി, ജഡത്തിലുള്ള വെട്ട് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ഇന്നു രാത്രി ആത്മമണ്ഡലത്തിൽ അകത്തെ മനുഷ്യനെ ശക്തിയോടെ ബലപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ശ്രദ്ധിച്ചേ, ഹല്ലേലൂയ. പൗലോസ് പറയാണ്, ദൈവത്തിന് നമ്മളെപ്പറ്റി വിളിച്ചതിനൊരു ആശയുണ്ട്. എന്തുവാണ് ആശ? അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നിങ്ങളുടെ വിശ്വാസത്തിന്റെ നിദാനം എന്താണ്? പിതാവായ ദൈവം നമ്മളെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ചതിന്റെ ഉദ്ദേശം എന്താണ്? ദൈവമക്കളെ, നമ്മൾ രക്ഷിക്കപ്പെട്ടു, നമ്മൾ സ്നാനപ്പെട്ടു, നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടു. നമ്മൾ സംതൃപ്തരാണ്. നല്ലതാണ് സംതൃപ്തി. പക്ഷെ അവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം.
ക്രിസ്തീയ ജീവിതം അവിടം കൊണ്ട് അവസാനിക്കരുത്. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ആമേൻ, ഞാൻ അഭിഷേകം പ്രാപിച്ചു, കർത്താവിന്റെ വരവിനായിട്ട് നിത്യതയ്ക്കായിട്ട് നോക്കി പാർക്കുന്നു, നല്ല കാര്യമാ. പക്ഷെ ഡോണ്ട് ബി സാറ്റിസ്ഫൈഡ്. അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. പൗലോസ് ഫിലിപ്പിയ ലേഖനം 3-14 വാക്യം പറയുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പേ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് ചെയ്യാനുണ്ട്. മുമ്പിലുള്ളത്, ആമേൻ, പിമ്പിലുള്ളത് ഞാൻ മറക്കുവാണ്. പിമ്പിലുള്ളത് മറന്നുകൊണ്ട് മുമ്പിലുള്ളതിന് വേണ്ടി ആഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ഞാൻ ലാക്കിലേക്ക് ഓടുകയാണ്. ആമേൻ. ആ പരമവിളിയുടെ വിരുദ്, ഹല്ലേലൂയ, മൈ ഹൈ കോളിംഗ് ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ്, മൈ ഹൈ കോളിംഗ് ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ എൻ്റെ പരമവിളി. ദൈവമക്കളെ, ദൈവം നിങ്ങളെ വിളിച്ച വിളിയുണ്ടല്ലോ, ഒരു ചെറിയ പഞ്ചായത്ത് മെമ്പർ ആവാനുള്ള വിളിയല്ല വിളിച്ചത്, ഒരു കൗൺസിൽ മെമ്പർ ആകാനുള്ള വിളിയല്ല വിളിച്ചത്, ഒരു സഭയുടെ സെക്രട്ടറി ആയി ഇരിക്കാനുള്ള വിളിയല്ല ദൈവം വിളിച്ചത്. തൻ്റെ പരമവിളിയുടെ വിരുദിനായിട്ടാണ് വിളിച്ചത്. ഹല്ലേലൂയ. ആ ലാക്കിലേക്കാണ് ഞാൻ ഓടുന്നത്. ഐ ഹാവ് എ ഹയർ കോളിംഗ്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവരോട് ആത്മാവിൽ പറയട്ടെ, എൻ്റെ ശബ്ദം ഏത് മാധ്യമത്തിലൂടെ നിങ്ങൾ കേൾക്കുന്നത്, നിങ്ങളുടെ മേൽ കിടക്കുന്ന വിളി ഒരു സാധാരണ വിളിയല്ല. നിങ്ങളുടെ മേൽ കിടക്കുന്ന വിളി ഒരു അസാധാരണമായ വിളിയാണ്. ഇറ്റ് ഈസ് എ സൂപ്പർ നാച്ചുറൽ കോളിംഗ്. ആ വിളി നിങ്ങളുടെ അപ്പനോ അമ്മയ്ക്കോ നിങ്ങളുടെ സഹോദരങ്ങൾക്കോ മനസ്സിലാകുന്ന ഒരു വിളിയല്ല. ഈവൻ നിങ്ങൾക്ക് പോലും തിരിച്ചറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ കർത്താവിന്റെ ആത്മാവിൽ വിളിച്ചു പറഞ്ഞ് നിങ്ങളുടെ അകത്തെ കണ്ണ് തുറക്കണം. പരമവിളിയുടെ ഒരു വിരുദ് നിങ്ങളുടെ മുമ്പിലുണ്ട്. ഹല്ലേലൂയ. ഒരു അസാധാരണമായ വിളി. നിങ്ങൾ അവിടെ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഇരുന്നുകൊണ്ട് പറയണം, ഒരു അസാധാരണമായ വിളി എൻ്റെ മേൽ കിടപ്പുണ്ട്. ഐ ഹാവ് എ ഹയർ കോളിംഗ്, ഐ ഹാവ് എ ഹയർ കോളിംഗ്, ഐ ഹാവ് എ ഹയർ കോളിംഗ്. എൻ്റെ മേലൊരു പരമ വിളി കിടപ്പുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഇനി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങളുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാൻ പറ്റുമെങ്കിൽ കണ്ണുകളെ അടച്ച് ഈ വാക്കുകൾ കേൾക്കണം. ഡ്രൈവ് ചെയ്യണമെങ്കിൽ കണ്ണടയ്ക്കരുത് പ്ലീസ്. എനിക്ക് ക്രിസ്തുവിനെ നേടണം. പൗലോസ് പറയാ, എനിക്ക് ക്രിസ്തുവിനെ നേടണം, എനിക്ക് അവനിൽ ഇരിക്കണം, അവന്റെ മരണത്തോട് എനിക്ക് അനുരൂപപ്പെടണം, അവനെയും അവന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും എനിക്കൊന്ന് അനുഭവിച്ചറിയണം. ഇന്ന് രാത്രി എത്ര പേര് പ്രാർത്ഥിക്കും, കർത്താവേ, ഈ നിമിഷം എത്ര പേര് പ്രാർത്ഥിക്കും, കർത്താവേ, എനിക്കൊന്ന് അനുഭവിച്ചറിയണം, എനിക്കെൻ്റെ കർത്താവിനെ ഒന്ന് അനുഭവിച്ചറിയണം. ഐ വാണ്ട് ടു ടേസ്റ്റ് യു ലോർഡ്. എനിക്കൊന്ന് ഐ വാണ്ട് ടു ടേസ്റ്റ് യു, ഐ വാണ്ട് ടു എൻജോയ് യുവർ പ്രസൻസ് ഡാഡി. എനിക്ക് അവിടുത്തെ സാന്നിധ്യം ഒന്ന് അനുഭവിച്ചറിയണം. എനിക്ക് അവന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും എനിക്കൊന്ന് അനുഭവിച്ചറിയണം. പൗലോസ് പറയാണ്, ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വിചാരിച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറന്നെണ്ണുന്നു. ഇനി നിങ്ങൾ കേൾക്കണം കേട്ടോ. പൗലോസിന് സ്വർഗത്തിൽ പോകാൻ ഇഷ്ടമല്ലയോ? നിത്യതയ്ക്ക് വേണ്ടി അല്ലയോ? യെസ്, നിത്യതയ്ക്ക് വേണ്ടി തന്നെയാണ് പൗലോസ് ഓടുന്നത്, നിത്യതയ്ക്ക് വേണ്ടി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ അതിനപ്പുറമായി എന്തിനോ വേണ്ടി, കേവലം നിത്യത അല്ലെങ്കിൽ സ്വർഗത്തിലെത്തുക എന്നുള്ള മാത്രമല്ലായിരുന്നു പൗലോസിന്റെ ലക്ഷ്യം. അതിനപ്പുറത്ത് എന്തിനോ വേണ്ടി പൗലോസിന്റെ ഹൃദയത്തിന്റെ തുടിപ്പുകൾ ഉണ്ടായിരുന്നു. But he hopes for something else first. ഒരു പ്രയോറിറ്റി, എന്തിനോ മുൻതൂക്കം കൊടുത്തോണ്ടാ ഓടിയത്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഉറബ ശംദല പ്രൗഷസിയാന ദിഗൽകടഗദനാസിയാന. ആമേൻ. നമ്മൾ സ്വർഗത്തെ കാണുന്നത് സ്വർഗത്തിലുള്ള സുഖസൗകര്യങ്ങളും അവിടുത്തെ ജാസ്പറും അവിടുത്തെ രത്നങ്ങളും അവിടുത്തെ സ്വച്ഛ സ്ഫടിക തങ്ക നിർമ്മിതമായ വീതികളൊക്കെ ആയിരിക്കും. നമ്മൾ അവിടെ കാണുന്ന ജീവജല നദിയൊക്കെ ആയിരിക്കും. പക്ഷേ സ്വർഗത്തെ പൗലോസ് കണ്ടത് ക്രിസ്തുവിലൂടെയാണ്. പൗലോസിന്റെ സ്വർഗം ക്രിസ്തുവായിരുന്നെന്ന്. ഹല്ലേലൂയ. പൗലോസ് സ്വർഗത്തെ കണ്ടത് ക്രിസ്തുവിലൂടെയാണ്. ഇന്ന് രാത്രി ഹല്ലേലൂയ, ടു നോ ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ അറിയാൻ,
ടു ലവ് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ സ്നേഹിക്കാൻ. ടു സെർവ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ അല്ലെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ശുശ്രൂഷിക്കാൻ. ടു ഫോളോ ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ പിന്തുടരുവാൻ. ടു ബി ലൈക്ക് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ. ആൻഡ് ടു ബി വിത്ത് ക്രൈസ്റ്റ് ഫോർ എവർ, യുഗായുഗം കർത്താവിനോട് കൂടെ വാഴുവാൻ. ഹല്ലേലൂയ. കർത്താവിനെ അറിയുവാൻ, കർത്താവിനെ സ്നേഹിക്കുവാൻ, കർത്താവിനെ സേവിക്കുവാൻ, കർത്താവിനെ പിന്തുടരുവാൻ, കർത്താവിനെ പോലെ ആയിത്തീരുവാൻ, കർത്താവിനോട് കൂടെ വാഴുവാൻ. എത്ര പേർക്ക് കൊതിയുണ്ട് ഇന്ന് രാത്രി. നമ്മൾ പാടുന്നൊരു പാട്ടുണ്ട്, പിരിയാ ബന്ധമാണിത്, പിരിയാ ബന്ധമാണിത് യുഗകാലം വരെയും. സ്തോത്രം. ഓ, ആർക്കും പിരിക്കാൻ പറ്റാത്തൊരു ബന്ധം. ജനാദനാം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുന്നത് ആരാണ്? കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ആപത്തിനോ വാളിനോ, ഓ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ, വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഒന്നിനും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ കഴിയത്തില്ലെന്ന് ഉറച്ചിരിക്കുകയാണ്. ആ ഉറപ്പിന്ന് രാത്രി പ്രാപിച്ചിട്ടുണ്ടോ? അതിനായിട്ട് വേണ്ടിയാണ് പൗലോസ് ശ്വസിച്ചത്. തന്റെ ലക്ഷ്യത്തിൽ, പൗലോസിന്റെ ലക്ഷ്യത്തിൽ, തന്റെ താലോലിക്കപ്പെട്ട സ്വപ്നങ്ങളിൽ, തന്റെ ബന്ധങ്ങളിൽ, തന്റെ സംസാരത്തിൽ, തന്റെ ശ്വാസോച്ഛ്വാസത്തിൽ തൻ ക്രിസ്തുവിനെയാണ് കൊതിച്ചുകൊണ്ടിരുന്നത്. തൻ ചലിച്ചത് ക്രിസ്തുവിലായിരുന്നു. ഹല്ലേലൂയ. സുഖത്തിലും കഷ്ടത്തിലും, ഹൃദയത്തിലെ അറിവുകളുടെ ആധിക്യത്തിലും, വെളിപ്പാടുകളുടെ ആധിക്യത്തിലും പൗലോസ് പറയും, ക്രിസ്തുവാണ് എനിക്കെല്ലാം. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും എനിക്കറിയില്ല. ഞാൻ അതിനെയെല്ലാം ചവറെണ്ണുകയാണ്. ഞാൻ പഠിച്ചു മേടിച്ച സർട്ടിഫിക്കറ്റ്, ഞാൻ ഗമാലിയലിന്റെ പാദപീഠത്തിൽ നിന്ന് പഠിച്ച ന്യായപ്രമാണം, ഇതെല്ലാം ഒരു സൈഡിലോട്ട് ഞാൻ മാറ്റിവെക്കുക. ക്രിസ്തുവിനെ മാത്രമേ എനിക്കറിയത്തുള്ളൂ. ആമേൻ. അങ്ങനെ നമ്മുടെ ജീവിതം ക്രിസ്തുവിനാൽ പൂരിതമാകുമ്പോൾ, ക്രിസ്തു പൂർണ്ണമാകുമ്പോൾ സ്വർഗം നമ്മുടെ ഭവനമായി തീരും. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ തന്നെ നാം സ്വർഗത്തിൽ ജീവിക്കുന്ന അനുഭവം നമുക്കുണ്ടാകും. ക്രിസ്തുവുമായി നാം ഇണപിരിയാത്ത ബന്ധത്തിലേക്ക് വരുമ്പോൾ മരണം നമുക്ക് കൈപ്പല്ലായിരിക്കും. മരണം നമുക്ക് ഭയമുള്ള ഒരു ഏർപ്പാടല്ലായിരിക്കും. മരണം നമ്മുടെ വഴിയാത്രയിലെ ഒരു ചെറിയ സംഭവമായി നമുക്ക് മാറും. ക്രിസ്തുവിനോട് അലിഞ്ഞു ചേരുവാനുള്ള ഒരു കേവലം സംഭവമായി മാത്രം നാം മരണത്തെ കാണും. ഒരു വാതിലായി മാത്രം നാം അതിനെ കാണും. ഒരു വാഹനമായി മാത്രം നമ്മൾ അതിനെ കാണും. ഇന്ന് രാത്രി ലോകത്തിൽ മറ്റെന്തിനെങ്കിലും നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ എവിടെയോ ആമേൻ വിള്ളലുകൾ വീണിട്ടുണ്ട്. ഇന്ന് രാത്രി ഹല്ലേലൂയ, സ്തോത്രം. ഇതാണ് ദൈവമക്കളെ കർത്താവിന് നമ്മളെ പറ്റിയുള്ള വിളിയാലുള്ള ആശ. ഞാൻ ഒത്തിരി നോട്ടുകളൊക്കെ എഴുതാൻ തുടങ്ങിയപ്പോൾ കർത്താവിനോട് പറഞ്ഞു, സ്റ്റോപ്പ് ഇറ്റ് ആൻഡ് സേ ദാറ്റ് the hope of your calling ultimately is to become like me. വേറെ ഒന്നും നീ പറയണ്ട. എനിക്ക് നിങ്ങളെ പറ്റിയുള്ള വിളിയാലുള്ള ആശ. ദിസ് എ പ്രൊഫറ്റിക്കൽ ക്ലാസ്, ദിസ് എ റെവലേഷണറി ക്ലാസ്. ഇതൊരു വെളിപ്പാടിന്റെ ക്ലാസ് ആകിയാൽ നിങ്ങളുടെ വിളിയാലുള്ള ആശ എന്ന് പറഞ്ഞ ഒരു 10 പോയിന്റുകൾ എനിക്ക് തരാൻ പറ്റും. പക്ഷെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ ഒറ്റ കാര്യം, നിങ്ങളുടെ അകത്ത് ഇത് കയറണം. The hope of your calling, നിങ്ങളെ വിളിച്ചതിന്റെ ഉദ്ദേശം വേറെ ഒന്നുമല്ല. അതിൽ കുറച്ചൊന്നും കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. It is in a word I can tell you, to be confirmed to the image of his son. തന്റെ പുത്രന്റെ ഹല്ലേലൂയ രൂപത്തോടെ നിങ്ങൾ അനുരൂപരായി തീരുക. അതാണ് നമ്മുടെ മേൽ കിടക്കുന്ന ദൈവത്തിന്റെ വിളി. അതാണ് ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള ആശ. നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, നമുക്ക് പുതുവഴികൾ തുറക്കപ്പെടണം, കടഭാരങ്ങൾ മാറണം, രോഗങ്ങൾ മാറണം, അനുഗ്രഹിക്കപ്പെട്ട ജീവൻ തരണം. ഇതെല്ലാം ഉണ്ട്. പക്ഷെ പരമപ്രധാനമായ ആശ
ദൈവത്തോട് ചോദിക്കുക, കർത്താവേ, നിനക്ക് എന്നെ പറ്റിയുള്ള ആശ എന്തുവാ? എന്നെ വിളിച്ചതിന്റെ ആശ എന്തുവാ? കർത്താവ് നിങ്ങളോട് പറയും, മക്കളെ, എൻ്റെ പുത്രനെ ഞാൻ ഭൂമിയിലേക്ക് അയച്ചതുപോലെ നിങ്ങളെ ഞാൻ അയക്കുകയാണ്. യു ആർ മൈ ചിൽഡ്രൻ, യു ആർ മൈ സൺ, യു ആർ മൈ ബിലവഡ് സൺ. നിങ്ങൾ അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ശബ്ദം കേൾക്കും. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്ന ശബ്ദം നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് കേൾക്കുവാൻ പറ്റും. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ശ്രദ്ധിച്ച ദൈവമക്കളെ, ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് വിളിയാലുള്ള ആശ ഇന്നതെന്ന്. ഹൃദയദൃഷ്ടി പ്രകാശിക്കുമ്പോൾ, ഹൃദയത്തിന്റെ കണ്ണുകൾ ദൈവം തുറക്കുമ്പോൾ, ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള ആശ. ഗോഡ് ഹാസ് എ പ്ലാൻ, ഗോഡ് ഹാസ് എ പർപ്പസ്. നിങ്ങളിൽ പലരും റിക് വാരന്റെ പർപ്പസ് ഡ്രിവൻ ലൈഫ് എന്ന ബുക്ക് വായിച്ചിട്ടുണ്ടായിരിക്കും. ഇഫ് യു ഹാവ് നോട്ട് റെഡ് ദ ബുക്ക്, പ്ലീസ് റീഡ് ഇറ്റ്. ഇറ്റ്സ് എ ഗുഡ് ഡിവോഷൻ. പർപ്പസ് ഡ്രിവൻ ലൈഫ്. ഞാൻ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുമ്പോൾ എൻ്റെ സ്റ്റുഡൻസിന് ഞാൻ ഡിവോഷന് വേണ്ടി കൊടുക്കുന്ന, അവരെ കൊണ്ട് ചെയ്യിക്കുമായിരുന്നു. അവരുടെ ഒരു അവർക്ക് കൊടുക്കുന്ന ഒരു വർക്കായിരുന്നത്. എവ്രി ഡേ ദേ ഹാവ് ടു റൈറ്റ് ദ ഡിവോഷൻ. ഓരോ ചാപ്റ്ററും അനുഗ്രഹിക്കപ്പെട്ട that book says, ഒരു പർപ്പസ് ഇല്ലാതെ ഒരാളെ പോലും സ്വർഗം ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവവചനം കേൾക്കുവാനായിട്ട് വന്ന 36 കുടുംബങ്ങളോടും ആത്മാവിൽ എനിക്ക് പറയാനുള്ളത്, വ്യക്തി ജീവിതങ്ങളെ നിങ്ങളെ തന്നെ നോക്കി പറയണം, ദൈവത്തിന് എന്നെ പറ്റി ഒരു പദ്ധതിയുണ്ട്. ഗോഡ് ഹാസ് എ പ്ലാൻ. വിളിയാലുള്ള ആശ. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഏതൊരു കാര്യങ്ങളും ഒരു കമ്പനി നിർമ്മിച്ചു വിടുമ്പോൾ ആ കമ്പനിക്ക് ഒരു അൾട്ടിമേറ്റ് എയിം ഉണ്ട്. ഒരു സ്പീക്കർ ഉണ്ടാക്കുമ്പോൾ ആ സ്പീക്കറിന്റെ ശക്തിക്കൊത്തവണ്ണം ആ സ്പീക്കറിലൂടെ ശബ്ദം പുറത്തു വരണമെന്ന് കമ്പനിക്കാരുടെ പർപ്പസാ, അതവരുടെ ആശയാണ്. ഒരു ലാപ്ടോപ്പ് ഉണ്ടാക്കുമ്പോൾ ഒരാളിന്റെ വർക്കുകൾ, അതിന്റെ ഹാർഡ് ഡിസ്ക്, അതെല്ലാം ഡിസൈൻ ചെയ്യുമ്പോൾ അത് ഒരു മനുഷ്യന് ഉപയോഗിക്കുമ്പോൾ ആ മനുഷ്യന് ഉപയോഗപ്രദമായി ആ കമ്പ്യൂട്ടർ തീരണമെന്ന് ആ നിർമ്മിക്കുന്ന കമ്പനിക്ക് നല്ല ഒരു ബോധ്യമുണ്ട്, ഒരു ആശയുണ്ട്. ഒരു മൊബൈൽ ഫോൺ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ അപ്പുറത്ത് നിന്ന് സംസാരിക്കുന്ന ഒരാള് ഓസ്ട്രേലിയയിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് സംസാരിക്കുന്നത് ഇപ്പുറത്ത് കേൾക്കണമെന്ന് ഒരാഗ്രഹമുണ്ട്. അതിനുവേണ്ടിയാണ് മൊബൈൽ ഫോൺ നിർമ്മിച്ചിരിക്കുന്നത്. സോ നമ്മളെ നിർമ്മിച്ചത് ദൈവത്തിന്, നമ്മളെ ക്രിയേറ്റ് ചെയ്ത ദൈവത്തിന്, നമ്മളെ ഡിസൈൻ ചെയ്ത ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്, ഒരു ആശയുണ്ട്. ആ ആശ മനസ്സിലാക്കാൻ പറ്റിയാൽ നമ്മുടെ ജീവിതം വേസ്റ്റ് ആയി പോത്തില്ല. വാട്ട്സ് യുവർ കോളിംഗ്? ദൈവത്തിന് എന്നെ പറ്റിയുള്ള ആശ എന്തുവാണ്? അങ്ങനെയാണെങ്കിൽ നമ്മുടെ സമയം വെറുതെ പോത്തില്ല. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. അങ്ങനെ വിളിയാൽ ഒരു ആശ നമ്മുടെ മേൽ കിടപ്പുണ്ടെങ്കിൽ, താങ്ക് യു ജീസസ്, ആ വിശുദ്ധന്മാരുടെ മഹിമാധനവും നമുക്കതിന്റെ കൂടെ തന്നിട്ടുണ്ട് ദൈവം. അതായത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ, തെളിച്ച് ഞാൻ പറയാം, വിളിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവിന്റെ വിളി നമ്മുടെ മേൽ കിടപ്പുണ്ടെങ്കിൽ, ആരുടെയും സഹായമില്ലെന്നോ പൈസ ഇല്ലെന്നോ സാലറി കിട്ടത്തില്ലെന്നോ ഓർത്ത് നിങ്ങൾ ഇറങ്ങാതിരിക്കരുത്. നിങ്ങളുടെ മൂലധനമാ അടുത്ത വാക്യത്തിൽ പറയുന്നത്. ക്രിസ്തുവിൽ ഭക്തന്മാർക്ക് വേണ്ടി, വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരു മഹിമാ ധനമുണ്ട്. അത് അവകാശമാ. നമ്മുടെ അവകാശത്തിന്റെ വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ആ വിളിയാലുള്ള ആശയ്ക്ക് അതിനെ ഫുൾഫിൽ ചെയ്യാനുള്ള ധനവും കർത്താവ് കരുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ പ്രൊവിഷൻ, ദാറ്റ് ഈസ് ദ പ്രൊവിഷൻ ഓഫ് ഗോഡ്. ഹല്ലേലൂയ. തലമുറകളെ തന്നെങ്കിൽ ദൈവം തലമുറകൾക്ക് വേണ്ടിയുള്ള കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി അകക്കണ്ണുകൾ തുറക്കപ്പെടട്ടെ. എന്തിനു വേണ്ടിയാ ദൈവം നമ്മളെ വിളിച്ചത്? ഞാൻ ഫെയ്ത്ത് സിറ്റിയിൽ ഈ വിളിയാലുള്ള ആശ പഠിപ്പിച്ചപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്ത് ശ്രമിക്കുക. വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ വെള്ളിയാഴ്ചകളിലും പ്രാർത്ഥനയ്ക്ക് പോകുന്നൊരു വീടുണ്ടായിരുന്നു ശുശ്രൂഷിക്കാനായിട്ട്. ഞാൻ വേറൊരു ബോംബെയിലല്ലത്, വേറൊരു സ്ഥലത്ത് ശുശ്രൂഷിക്കുമ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും ഒരു ചെറിയ വീട്ടിൽ, ഒരു കൊച്ചു വീട്ടിൽ വളരെ സ്വർഗീയ സന്തോഷം അനുഭവിച്ച് 15 പേര് താഴെ കൂടി ആരാധിക്കുന്ന ഒരു കൂട്ടായ്മ. ഒരു ദിവസം ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നേരത്തെ ചെന്നു. ഞാൻ ചെന്നപ്പോൾ അവരെ ആ കുഞ്ഞു വീട്ടില്
3 മുറിയുള്ള വീട്ടിലെ ആമേൻ അവരുടെ 2ാമത്തെ മുറിയിൽ എനിക്ക് കൊണ്ടിരുന്ന് ചായ തരുമ്പോൾ ആ വീട്ടിലെ അച്ചായന് ജോലി കഴിഞ്ഞ് ദിവസക്കൂലിക്ക് ജോലി കഴിഞ്ഞിട്ട് അദ്ദേഹം കിച്ചണിൽ നിന്ന് പുറത്തുള്ള വാഷ്റൂമിൽ കുളിച്ചിട്ട് അകത്തേക്ക് കയറിയപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്ത് ഞാൻ ചായ കുടിച്ചോണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് ഒരു ഫ്രിഡ്ജ് അദ്ദേഹം വന്ന് തുറന്നു. ഫ്രിഡ്ജ് തുറന്നപ്പോൾ ഞാൻ വെച്ച് ഇദ്ദേഹം വല്ല പാലോ വല്ല എടുക്കാനായിരിക്കും. നോക്കിയപ്പോൾ അദ്ദേഹം അതിനകത്തുനിന്ന് ഒരു മുണ്ടും ഷർട്ടും എടുക്കുന്നു. ആ ഫ്രിഡ്ജിനകത്തുനിന്ന് ഞാൻ ആദ്യമായിട്ട് കാണുക ഫ്രിഡ്ജിനകത്തുനിന്ന് മുണ്ടും ഷർട്ടും എടുക്കുന്നത്. ഞാൻ ചോദിച്ചു, അച്ഛാ ഇതെന്തുവാ ഇങ്ങനെ? എന്നോടൊരു പാസ്റ്ററെ, ഈ ഫ്രിഡ്ജ് കേടായിപ്പോയി, ഇത് നന്നാക്കാൻ ഒത്തിരി പൈസയാവും, നന്നാക്കാൻ പറ്റില്ല, അതുകൊണ്ട് നല്ല ഫ്രിഡ്ജല്ലേ. ഞാൻ നോക്കിയപ്പോൾ എനിക്കതൊരു അലമാരിയായിട്ട് ഉപയോഗിക്കാം, എന്തിനാ കളയുന്നത്? ഞങ്ങൾക്കാണെങ്കിൽ വീട്ടിൽ അലമാരിയില്ല. ഞാൻ പറഞ്ഞ, അച്ഛാ വേൾപൂൾ കമ്പനിക്കാര് ഇത് കണ്ടാൽ, വേൾപൂൾ കമ്പനിക്കാർ അച്ഛാൻ ഈ ഫ്രിഡ്ജിനെ അലമാരിയായിട്ട് ഉപയോഗിക്കുന്ന കണ്ടാൽ അവർ കമ്പനിയുടെ പ്രൊഡക്ഷൻ കമ്പനി തന്നെ പൂട്ടാൻ സാധ്യതയുണ്ട്. ദൈവമക്കളെ, ഞാൻ പറഞ്ഞതിന്റെ ആശയം ഇതാണ്. ഒരു കമ്പനിക്കാര് 1.5 HP-യുടെയും 1.5 HP-യുടെയും ഒക്കെ മോട്ടർ ഉണ്ടാക്കുമ്പോൾ കിണറ്റിൽ നിന്ന് വെള്ളത്തെ വലിച്ചു പുറത്തു കൊണ്ടുവരണം, വെള്ളം പമ്പ് ചെയ്യണം. ഇതാണ് കമ്പനിയുടെ ആഗ്രഹം. കമ്പനി ആ പർപ്പസിന് വേണ്ടിയാണ് ഉണ്ടാക്കിയേക്കുന്നത്. ആ പർപ്പസ് ചെയ്യുമ്പോൾ ശബ്ദം ഉണ്ടാകും, അത് ഉറപ്പായിട്ടും ഉണ്ടാകും. മോട്ടർ വർക്ക് ചെയ്യുമ്പോൾ ശബ്ദം ഉണ്ടാകും. പക്ഷെ ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടി അല്ല മോട്ടർ വർക്ക് ചെയ്യിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചേക്കുക, 150 മോട്ടറുകൾ ഒരുമിച്ച് നമ്മളോട് കണക്ട് ചെയ്തിട്ട് ഓൺ ചെയ്ത് വിട്ടേക്കുക. വെള്ളം അടിക്കാൻ പറ്റുന്നില്ല, വെള്ളം പമ്പ് ചെയ്യുന്നില്ല. ആ ആശ നമ്മളെ വിളിച്ചതിന്റെ വിളി വലിയ ശബ്ദം ഉണ്ടാകുന്നുണ്ട്, പക്ഷെ അതിനെ വെള്ളം പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല. നിർമ്മിച്ചതിന്റെ ഉദ്ദേശം നടക്കുന്നില്ല. താങ്ക് യു ജീസസ്. റൂട്ട് വിട്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക. എന്തിനാ നമ്മളെ ഈ ഭൂമിയിലാക്കിയെന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ വന്നാൽ, ഹല്ലേലൂയ, ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയട്ടെ, ആമേൻ, സ്തോത്രം, പ്രൈസ് ഗോഡ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ, വി ഗ്ലോറിഫൈ യുവർ നെയിം ജീസസ്. എന്നെ വിളിച്ച ദൈവത്തിന് എന്നെ പറ്റി ഒരു ആശയുണ്ട്. കർത്താവെ, ആ ആശ ഒന്ന് വെളിപ്പെടുത്തി തരണേ എന്ന് പ്രാർത്ഥിക്കാം. From right to the birth of Jesus Christ, from the womb to the tomb, Jesus was controlled by the Holy Spirit. കർത്താവിന് അറിയായിരുന്നു തന്നെ എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് അയച്ചത്. ചിലർ ചോദിക്കും, കർത്താവ് എന്തിനാ 30-ാമത്തെ വയസ്സില് എന്തിനാ ശുശ്രൂഷ തുടങ്ങിയത്? കർത്താവ് എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കാതിരുന്നത്? കർത്താവ് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരുന്നത്? കർത്താവ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാതിരുന്നത്? ഒക്കെ ചോദിക്കും. ഒറ്റ മറുപടിയേ ഉള്ളൂ, തൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് കർത്താവിന് നന്നായിട്ട് അറിയാമായിരുന്നു. പിതാവായ ദൈവം തന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചത് എന്തൊരു ദൗത്യത്തിന് വേണ്ടി ആയിരുന്നെന്ന് കർത്താവിന് നന്നായിട്ട് അറിയാമായിരുന്നു. ഇന്നു രാത്രി നമ്മുടെ ആത്മക്കണ്ണുകൾ തുറക്കട്ടെ, ഹൃദയദൃഷ്ടി പ്രകാശിക്കട്ടെ. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഒരു ഹയർ വിഷൻ, ഒരു ഹയർ കോളിംഗ് ആമേൻ ഉണ്ടായിരിക്കുന്ന ദൈവമക്കളെ, നമുക്ക് വേണ്ടുന്ന ഒന്നാണ് നമ്മുടെ ഐസ് ഓഫ് ഫെയ്ത്ത്. നമ്മുടെ അകത്തെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ, വിശ്വാസത്തിന്റെ കണ്ണുകൾ പ്രകാശിക്കപ്പെടട്ടെ, കുരുട്ട് കണ്ണുകൾ ഇന്ന് രാത്രി തുറക്കപ്പെടട്ടെ. നിങ്ങളോട് തന്നെ പറ, യേശുവിന്റെ നാമത്തില് ആമേൻ. ക്രിസ്തുവിൽ ഞാൻ ആരാണെന്നുള്ളത് മറച്ചു വെക്കുന്ന, മൈ ട്രൂ ഐഡന്റിറ്റി ഇൻ ക്രൈസ്റ്റിൽ നിന്ന് കുരുട്ടാക്കി കളയുന്ന, എന്നെ ഭയപ്പെടുത്തി പിന്നോട്ട് വലിക്കുന്ന എല്ലാത്തെയും ഇന്ന് രാത്രി ഞാൻ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഒന്നു ഞാൻ ചെയ്യുന്നു, മുമ്പിലേക്ക് ഓടുന്നു. വിരുദ് എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു പരമ വിളിയുടെ വിരുദുണ്ട്. ഐ ഹാവ് എ ഗ്രേറ്റർ കോളിംഗ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പേ ഇതിനകത്ത് കടന്നു വന്ന എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ എല്ലാവരുടെയും ആത്മകണ്ണുകൾ തുറക്കപ്പെടണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ലെറ്റ് യുവർ സ്പിരിച്വൽ ഐസ് ബി ഓപ്പൺ റൈറ്റ് നൗ. ഓ റമശകന, എത്ര പേര് സബ്മിറ്റ് ചെയ്യും? ലോർഡ് ലമശർത്തന, ടച്ച് മീ ഗാഡ്, ടച്ച് മീ.
എന്നെ ഒന്ന് തൊടണേ അപ്പച്ച. ആത്മക്കണ്ണുകളെ എനിക്കൊന്ന് തുറന്നു കിട്ടണം. ഒരു ക്രൈസ്റ്റ് റെവലേഷൻ എനിക്കുണ്ടാകണം. ന്യായപ്രമാണത്തിന്റെ അത്ഭുതങ്ങളെ കാണുവാൻ എൻ്റെ കണ്ണുകളെ തുറക്കണം. ഓ റബ ശംദന. പൗലോസ് തന്റെ ജനത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ പൗലോസ് പ്രാർത്ഥിക്കുക, എഫെസോസിലുള്ള ദൈവമക്കളുടെ കണ്ണുകൾ തുറക്കപ്പെടണം. ദൈവമക്കളെ, നമ്മുടെ ആത്മക്കണ്ണുകൾ തുറക്കപ്പെട്ടാൽ പിശാചിന് ഫുട്ബോൾ അടിക്കാൻ നമ്മളെ കിട്ടില്ല. പാപത്തിന്റെ ഇരയായി പിന്നെ നമ്മളെ കിട്ടത്തില്ല കേട്ടോ. ഇന്ന് രാത്രി ആത്മക്കണ്ണുകൾ തുറക്കപ്പെടാൻ വേണ്ടി എത്ര പേര് പ്രാർത്ഥിക്കും? ഹാലലൂയ. നമ്മൾ റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ കെട്ടിടങ്ങൾ വലുതായി നമുക്ക് തോന്നും. എന്നാൽ ഒരു ഫ്ലൈറ്റിനകത്ത് കയറി ഇത് താഴേക്ക് നോക്കുമ്പോൾ അതേ കെട്ടിടങ്ങൾ ചെറുതായി തോന്നും. അയ്യോ പാസ്റ്ററെ, അത് വലിയ പ്രശ്നമാകട്ടോ. അയ്യോ പാസ്റ്ററെ, ആ രോഗം സഹമേൻ. അയ്യോ 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 അയ്യോ. ഹാലലൂയ, താങ്ക് യു ജീസസ്. പക്ഷെ ഇന്ന് രാത്രി ആമേൻ, ആ സ്വർഗത്തിൽ നിന്നുകൊണ്ട് താഴോട്ട് നോക്കുമ്പോൾ സ്വർഗത്തിന്റെ കണ്ണുകളെ സ്വർഗം നമുക്ക് തരുമ്പോൾ ആത്മാവിന്റെ വെളിപ്പാടിന്റെ കണ്ണുകളെ പ്രകാശിക്കപ്പെടുമ്പോൾ ഓ റമനഗടകശ്യാംധന, ശത്രു സൈന്യത്തെ കാണാനല്ല, ആമേൻ, ദൈവം അയക്കുന്ന ദൈവത്തിന്റെ ദൂതർ സഞ്ചയത്തെ കാണാൻ, യെസ്, കർത്താവിനെ കാണുവാനായ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. ഞാൻ ആത്മാവിൽ ദൂത് പറയുകയാണ്. അവൻ ശുശ്രൂഷിക്കുന്ന അഭിഷക്തന്മാര് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ നമ്മുടെ സ്ക്രിപ്റ്റ് വെച്ചുള്ള ശുശ്രൂഷയ്ക്കപ്പുറമായിട്ട് ആത്മകണ്ണുകളെ തുറന്ന് ആമേൻ സ്തോത്രം ലാമൻ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുന്ന വെളിപ്പാടിന്റെ ആത്മാവിനെ ആമേൻ പരിശുദ്ധാത്മാവ് പകരുമ്പോൾ ആ കണ്ണുകളെ തുറന്ന് ആമേൻ കണ്ണുകളെ തുറക്കുകയാ, അകത്തെ കണ്ണുകളെ തുറക്കുകയാ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വായിച്ച വചനമായിരിക്കും, കഴിഞ്ഞ നാളുകൾ നമ്മൾ മനഃപ്പാഠമാക്കിയ വചനമായിരിക്കും. പക്ഷേ കണ്ണുകൾ തുറക്കപ്പെട്ട് കഴിഞ്ഞ് നമ്മൾ പിന്നെയും അത് വായിക്കുമ്പോൾ നമ്മൾ ഇതുവരെ ഗ്രഹിച്ചിട്ടില്ലാത്ത ചില വെളിപ്പാടുകളെ സ്വർഗം നമുക്ക് വേണ്ടി നൽകിത്തരും. യേശുവിൻ നാമത്തിൽ എത്ര പേര് പ്രാർത്ഥിക്കും? കർത്താവേ, ടച്ച് മീ ആൻഡ് ഓപ്പൺ മൈ ഇന്നർ ഐസ്. ഇറ്റ്സ് ട്രൂ ദാറ്റ് വി ആർ സെയിൻസ് ഇൻ ക്രൈസ്റ്റ് ബട്ട് our eyes are blinded. അതങ്ങനെ തന്നെ ആയിരിക്കണമെന്ന പിശാചിന്റെ ആഗ്രഹം. പക്ഷെ ഇന്നു രാത്രി കണ്ണ് തുറന്നു വെച്ച് കണ്ടോ, കണ്ണാണ് എല്ലാത്തിൻ്റെയും വിളക്കെന്നാ പറയുന്നത് ഇല്ലേ? താങ്ക് യു ജീസസ്. കണ്ണ് പ്രകാശിച്ചാൽ ശരീരം മൊത്തം പ്രകാശിക്കപ്പെടും. അകത്തെ മനുഷ്യൻ എന്തേ ഇരുട്ടായി കിടക്കുന്നു? കണ്ണുകൾ അടഞ്ഞു പോയിരിക്കുക, കുരുട്ട് കണ്ണുകൾ യേശുവിൻ നാമത്തിൽ തുറക്കട്ടെ. ഈ പട്ടണത്തിൽ നിങ്ങൾ ആയിരിക്കുന്ന പട്ടണത്തിൽ നിങ്ങൾ ആരാണെന്ന് അറിയത്തക്കവണ്ണം ആരോ പറഞ്ഞു നിങ്ങൾ പാപിയാണെന്ന്, ആരോ പറഞ്ഞു നിങ്ങൾ അപൂർണരാണെന്ന്, ആരോ പറഞ്ഞു നിങ്ങൾ അൺറൈറ്റസ് ആണെന്ന്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. പക്ഷെ ഇന്ന് രാത്രി ആത്മക്കണ്ണുകൾ തുറക്കപ്പെട്ട ദൈവമക്കൾ പറയട്ടെ, ക്രിസ്തുവിൽ ഞാൻ പൂർണ്ണനാണ്, ക്രിസ്തുവിൽ ഞാൻ വിശുദ്ധനാണ്, ക്രിസ്തുവിൽ ഞാൻ വിലയേറിയവനാണ്. ഹാലലൂയ. നാളെ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്തോത്രം ഹല്ലേലൂയ ബാക്കിയുള്ള ഭാഗങ്ങളാണ്. ഹാലലൂയ, താങ്ക് യു ജീസസ്. അവൻ വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം നമുക്ക് വേണ്ടിയുണ്ട്. എല്ലാവരും അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ആ കണ്ണുകളെ തുറന്ന് കാണേണ്ട അടുത്തൊരു കാഴ്ചയാണ് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ള മഹിമാധനം. ആ മഹിമാധനം കണ്ണു തുറന്ന് കണ്ടാൽ പിന്നെ കൈനീട്ടേണ്ടവര് ശുശ്രൂഷയ്ക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആമേൻ മനുഷ്യരോട് ചോദിക്കേണ്ട വരുത്തില്ല. ബിക്കോസ് യു ഹാവ് എ ഹെവൻലി ട്രഷർ. അവന്റെ അവകാശത്തിന്റെ മഹിമാധനം. സ്തോത്രം. ഈ ലേഖനത്തിൽ 3 ധനങ്ങളെ പറ്റി പറയുന്നുണ്ട്. 3 ധനങ്ങൾ. ഒന്ന്, അവകാശത്തിന്റെ മഹിമാധനം. അത് അറിയാം. റിച്ചസ് ഓഫ് ഹിസ് ഗ്ലോറി ഇൻ സെയിൻസ്. ഹല്ലേലൂയ. 3:16 ഇതിനോട് ചേർത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും അവന്റെ മഹിമാധനം എന്തുവാണെന്ന്. ദാറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ് ഇൻ അസ്. എനിക്ക് മനസ്സിലായ ഒരു വെളിപ്പാട് അങ്ങനെയാണ്. അപ്പോസ്തലന്മാരും ആദിമ വിശ്വാസികളും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ രക്ഷിക്കപ്പെടുന്ന വിശ്വാസികളും പരിശുദ്ധാത്മാവെന്ന മഹിമാധനത്തിനായി ആഗ്രഹിക്കണമെന്ന് ശക്തമായിട്ട് ഉപദേശിക്കുകയും വിശ്വാസികളിൽ പരിശുദ്ധാത്മാവിന്റെ പ്രത്യക്ഷമായ അടയാളം ലഭിക്കുന്നിടം വരെ അവരെ ഉത്സാഹിപ്പിക്കുകയും അവരെ അതിനുവേണ്ടി നയിക്കുകയും ചെയ്ത ആദിമ പിതാക്കന്മാരെ ഞാൻ ഓർക്കുന്നു. കുമ്പനാട് പോലുള്ള കൺവെൻഷനുകളിൽ ആമേൻ അവിടുത്തെ വേദിക്ക് വേണ്ടി ആമേൻ മുളകുഴിച്ചിടുമ്പോൾ പോലും അഭിഷേകം പ്രാപിച്ചവരെ അല്ലാത്തവരെ
അവരെ തൊടിയിക്കത്തില്ലായിരുന്നു. എന്നാൽ ആമേൻ ഇന്നത്തെ സഭയുടെ അപജയത്തിന് കാരണം ജഡീകന്മാർ സഭയ്ക്കകത്ത് കയറി ആമേൻ അവർ പണം കൊണ്ട് സഭയെ നിയന്ത്രിക്കാൻ തുടങ്ങി. പദവികൾ കൊണ്ട് അവർ ആമേൻ ഹല്ലേലൂയ അറശമന ഹദല റിഖാന ഹതന എന്നാൽ അഭിഷേകം പ്രാപിച്ചവരിലേക്ക് സഭയുടെ നേതൃത്വം മടങ്ങി വരാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുമെങ്കിൽ പട്ടണങ്ങളെ ചലിക്കുന്ന ഒരു അഭിഷേകമായി ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്കായി ദൈവം ഒരു തലമുറയെ സഭകൾക്കകത്ത് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. നമ്മുടെ മെയിൻ ലൈൻ ചർച്ചസിന് പറ്റിപ്പോയ കുഴപ്പം ആത്മീകമായിട്ടുള്ള ശോഷണം സംഭവിച്ചു അഭിഷേകത്തെ തള്ളിപ്പറയുന്ന പരിശുദ്ധാത്മാവിന്റെ മഹിമാധനത്തെ തള്ളിപ്പറയുന്ന കുരുട്ട് കണ്ണുകളുള്ളവർ നേതൃസ്ഥാനത്തിലേക്ക് എത്തി. അവർ എങ്ങനെയും എനിക്കും ഇത് ആരെയും വളർത്തില്ല, അങ്ങനെയുള്ള ഭറവോന്റെ കാഴ്ചപ്പാടുമായി മോശക്കുഞ്ഞുങ്ങളെ ഞെക്കിക്കൊല്ലുന്നത് പോലെ ആമേൻ ശുശ്രൂഷയുള്ള ദൈവദാസന്മാരെ ഞെക്കിക്കൊല്ലുന്ന ഇങ്ങനെ അവൻ വളർന്നു പോയാൽ അവനെ പിടിച്ചാൽ കിട്ടത്തില്ലെന്ന് പറഞ്ഞ് ഭൗതികമായി ആമേൻ യാല ഷറാദാന അദുരിബിഗാന ഹംദര പ്രൗഷസിയാന ഒതുക്കുകളെ അതിജീവിച്ചുകൊണ്ട് ആത്മകണ്ണുകൾ തുറക്കപ്പെടുന്ന ദൈവമക്കളെ കഴുകനെ പോലെ സ്വർഗം നിന്നെ അടുത്ത ആത്മമണ്ഡലത്തിലേക്ക് കൊണ്ടുപോകും. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. ഈ കാലത്ത് ദൈവമക്കളെന്ന് അഭിമാനിക്കുന്നവർ പോലും ദൈവഹിതത്തിന് പൂർണ്ണമായിട്ട് കീഴ്പ്പെടാതെ ദൈവത്തിന്റെ പരിശുദ്ധ നാമ മഹിമാധനം ഇല്ലാത്തവരായി കഴിഞ്ഞു. മെജോറിറ്റി ഓഫ് പീപ്പിൾ ആർ നോട്ട് ബിലീവിംഗ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. ആ മഹിമാധനത്തിൽ വിശ്വസിക്കാത്തവരാ, കണ്ണു കുരുട്ടായി പോയി. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. പല സഭകളും കരിന്തിരി കത്തുകയാണ്. എണ്ണയുടെ ഒഴുക്ക് നിന്നു. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ പുകയുന്ന തിരിയെ കെടുത്തിക്കളയത്തില്ല. അതുകൊണ്ട് ആ കെടുത്താതെ ദൈവം നിർത്തിയിരിക്കുന്നത്. വളമിട്ട് കൊടുക്കുക, പിന്നെയും ഒരു വർഷം കൂടെ നിൽക്കട്ടെ, ഫലം കായ്ക്കുമോന്ന് നോക്കട്ടെന്ന് പറഞ്ഞ് താങ്ക് യു ജീസസ്. എന്നാൽ ഇന്നു രാത്രി 36-40ഓളം 33 കുടുംബങ്ങളിലേക്ക് എണ്ണയുടെ ഒരു ഒഴുക്കിനെ പകരുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഗൾഫിൽ നിന്ന് അനേകർ ഈ പ്രയർ ലൈനിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഗൾഫിൽ ജോലി ചെയ്യുന്നതെന്നറിയാമോ? വർഷങ്ങൾക്ക് മുമ്പ് അവിടുത്തെ ആൾക്കാർ കാട്ടറബികള്, അവർ നൊമാഡ്സ് ആയിരുന്നു. അവർ അറബികള് ആമേൻ കൂടാരങ്ങളിൽ താമസിക്കുന്നവരായിരുന്നു. അവർ ആമേൻ ക്യാമൽസിനെ, ഒട്ടകത്തിനെ ചുട്ടുതിന്ന് അവർക്ക് കയ്യിൽ കിട്ടുന്ന ആഹാരവും കഴിച്ച് അവർ അങ്ങനെ ജീവിക്കുന്നവരായിരുന്നു. എന്നാൽ സായിപ്പുമാര് അവരുടെ ഭൂമിക്കടിയിൽ എണ്ണയുണ്ടെന്ന് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷമാണ് ഈ സമ്പൽ സമൃദ്ധി എല്ലാം അവർ അനുഭവിക്കാൻ തുടങ്ങിയത്. അത്രയും നാള് എണ്ണ എന്ന മഹിമാധനത്തിന്റെ മേളിൽ ചുട്ടുപൊള്ളുന്ന അവൻ മരുഭൂമിയിൽ കിടന്നുറങ്ങി. AC ഇല്ലായിരുന്നു, ലിമോസിനോ ആമേൻ അങ്ങനത്തെ കാറുകളോ ആമേൻ വമ്പൻ സമുച്ചയങ്ങളൊന്നും അവർക്കില്ലായിരുന്നു. അവർ ദരിദ്രന്മാരായിരുന്നു. ഇതാണ് ഇന്നത്തെ സഭയ്ക്ക് പറ്റിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവെന്ന കടലിൽ നിന്ന് സമുദ്രത്തിന്റെ മേളിൽ കിടന്നുകൊണ്ട് നമ്മൾ എന്തൊക്കെയോ പ്രാപിച്ചെന്ന് പറഞ്ഞ് കുരുട്ട് കണ്ണുകളുമായി ആമേൻ അന്ധന് വഴി കാട്ടുന്നത് പോലെ ഒരുത്തനെ വളർത്താതെ ചവിട്ടി താക്കുന്നത് പോലെയുള്ള ആമേൻ ഒരുത്തനെ കണ്ടുകൂടാത്തത് പോലെ ആമേൻ വൈരാഗ്യ ബുദ്ധിക്കകത്ത് നിന്നുകൊണ്ട് എനിക്ക് പ്രശസ്തി വേണം, എനിക്ക് പദവി വേണം, എന്നെ എല്ലാവരും അറിയണം, എന്നെ എല്ലാവരും തിരിച്ചറിയണമെന്നുള്ള ഹുങ്കാരത്തോടെ എന്നെ എല്ലാവരും വിധേയപ്പെടണം, എനിക്കെല്ലാവരും കീഴ്പ്പെടണം, എന്നെ എല്ലാവരും അനുസരിക്കണമെന്ന് ആമേൻ പണത്തിന്റെ അഹങ്കാരമുള്ള ഒരു ആമേൻ സമൂഹമായി നമ്മുടെ സമൂഹം മാറുമ്പോൾ ഇന്ന് രാത്രി സമർപ്പിക്കപ്പെടട്ടെ. ആ റംസാനിയാന്തേരിയ റുമാന ഹസ്തന ജീവ ലഹസീനി റീഖബ. പരിശുദ്ധാത്മാവ് നമ്മളെ നോക്കി ദുഃഖിക്കുന്നു, പരിശുദ്ധാത്മാവ് നമ്മളെ നോക്കി നെറുവിപ്പെടുന്നു. ഹല്ലേലൂയ. ആ ഭൂമിയുടെ അന്തർഭാഗത്ത് കിടന്ന ആ എണ്ണ ഒഴുകി ഉപരിതലത്തിലെത്തിയപ്പോൾ, അതിനെ ശുദ്ധീകരിച്ച് പെട്രോൾ ആക്കിയപ്പോൾ, ഏവിയേഷൻ ആക്കിയപ്പോൾ, ആമേൻ ഓയിലാക്കിയപ്പോൾ, സ്തോത്രം ഹല്ലേലൂയ, ഡീസൽ ആക്കിയപ്പോൾ സമ്പത്ത് ഒഴുകാൻ തുടങ്ങി. ശ്രദ്ധിച്ച ദൈവമക്കളെ, എന്തുകൊണ്ടാണ് നമ്മുടെ ആത്മീയ ദാരിദ്ര്യം സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നമുക്കറിയില്ല. ആ എണ്ണയെ പറ്റി നമുക്കൊരു കാഴ്ചപ്പാടില്ല. അത് ആമേൻ എണ്ണയുടെ ഒഴുക്കിനെ പറ്റി പറയുന്നവരെ
നമ്മൾ കളിയാക്കും. ഓ റീബാന ഹസ്തരാജാന ദിവൽ പ്രൗഷസിയാന ഓ റിയന്തന. എന്നിട്ട് നമ്മൾ ദാരിദ്ര്യത്തിൽ കിടന്നുറങ്ങുകയാണ്. ഇന്ന് രാത്രി ആത്മീയ ദാരിദ്ര്യം മാറണമോ? ആ എണ്ണയുടെ ഒഴുക്ക് നിന്റെ മേലുണ്ടാകണം. ആത്മീയ ദാരിദ്ര്യം മാറണമോ? ആ എണ്ണയുടെ ഒഴുക്ക് നിന്റെ സഭയ്ക്കകത്തേക്കുണ്ടാകണം. ആ എണ്ണയുടെ ഒഴുക്ക് നിന്റെ കുടുംബത്തിനകത്തേക്കുണ്ടാകണം. ദാറ്റ് ഈസ് ദ റിച്ചസ് ഓഫ് ഹിസ് ഗ്ലോറി. പരിശുദ്ധാത്മാവിന്റെ പകർച്ച. ഹല്ലേലൂയ. എന്റെ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ജീസസ്. മറിയയുടെ പാട്ട പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തരുന്നത്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മറിയയുടെ പാട്ടുണ്ട്. ദ മാഗ്നിഫിക്കാറ്റ് എന്നാ പറഞ്ഞത്. മാഗ്നിഫിക്കാറ്റ് ഓഫ് മേരി മാഗ്നിഫിക്കാറ്റ്. മറിയയുടെ പാട്ട്. മറിയ പാട്ടുകാരിയൊന്നും അല്ലായിരുന്നു, പക്ഷെ കൃപ ലഭിച്ചപ്പോഴത്തേക്ക് മറിയ പാട്ട് പാടാൻ തുടങ്ങി. ഹല്ലേലൂയ. അത് നിങ്ങൾ ധ്യാനിക്കണം കേട്ടോ. ലൂക്കോസിന്റെ സുവിശേഷം 46 മുതൽ 55 വരെയുള്ള വാക്യത്തിലുണ്ട്. നിങ്ങളും അതുപോലെ പാടണം കേട്ടോ. കൃപ ലഭിച്ചവരായ നമുക്ക് പാടണം. ഹല്ലേലൂയ. തന്റെ പുത്രനെ എനിക്ക് വേണ്ടി നൽകാൻ മടിക്കാതിരിക്കയാൽ, എന്നെ തന്റെ ആത്മാവിനാൽ മുദ്ര വെച്ചിരിക്കയാൽ, ലോകസ്ഥാപനത്തിനു മുമ്പ് എന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാൽ, തൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം എനിക്ക് നൽകിയിരിക്കയാൽ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഓ, ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. നൽകി തന്ന സൗഭാഗ്യങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിച്ചാട്ടെ. റബ ശമന ധനദീനി റിഖമന ഹംദല ദീവന പ്രൗഷസിയാന. ഓ ഹല്ലേലൂയ. ആമേൻ. മറിയ പാടിയതുപോലെ പാടിയാട്ടെ. എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു. എൻ്റെ ആത്മാവിൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തൻ്റെ ദാസിയുടെ താഴ്ചയെ കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ആമേൻ. ശക്തൻ ആയവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. സ്വർഗം നമുക്ക് വേണ്ടി ചെയ്തൊന്നും ചെറിയതല്ല കേട്ടോ. സ്വർഗം നമുക്ക് വേണ്ടി ചെയ്തെല്ലാം വലിയ കാര്യങ്ങളാണ്. സ്തോത്രം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനോട് പറയാ, നിങ്ങളെ തന്നെ നിങ്ങൾക്ക് ചെറുതായി തോന്നുന്നുണ്ടോ? ആമേൻ. സ്വയം ചെറുതായി തോന്നുന്നുണ്ടോ? ഹല്ലേലൂയ. നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയുള്ള സ്വപ്നങ്ങൾ ചെറുതാണോ? നിങ്ങൾക്ക് നിങ്ങളെ തന്നെ തരം താഴ്ത്തിയാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? പരിശുദ്ധാത്മാവ് പറയാ, ഞാൻ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് വൻ കാര്യങ്ങളാണ്. ഓ ജീസസ്. ഹല്ലേലൂയ. ഓ റബ ശകല ബബ. കർത്താവായ യേശു ക്രിസ്തു ശമരിയക്കാരി സ്ത്രീയുമായിട്ട് എൻകൗണ്ടർ ചെയ്യുമ്പോൾ, ശമരിയക്കാരി സ്ത്രീയെ ഒരു പാപിനിയായ സ്ത്രീയായിട്ടാണ് ലോകം മൊത്തം മുദ്ര കുത്തിയത്. പരാജയപ്പെട്ടവൾ. പക്ഷെ സ്വർഗം അവളെ കണ്ടത് അവിടെ ഗ്രാമത്തെ മുഴുവൻ ഇളക്കി ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്ന ഒരു നല്ല സുവിശേഷകയായിട്ടാണ്. ഭൂതഗ്രസ്തനായ യൗവനക്കാരനെ നാട്ടുകാർ കണ്ടതൊരു ഭ്രാന്തനായിട്ടാണ്. വസ്ത്രമെടുക്കാത്തവൻ, ചങ്ങല കൈകൊണ്ട് തിരുമി ഉടച്ചു കളയുന്നവൻ, ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവൻ. എന്നാൽ സ്വർഗം അവനെ കണ്ടത് ദക്കപ്പുലി എന്ന നാടിനെ മൊത്തം ക്രൂസേഡ് നടത്തി ഇളക്കി കർത്താവിൻ്റെ കയ്യിൽ കൊണ്ടുവരുന്ന ഒരു വലിയ സുവിശേഷകനെയാണ് കണ്ടത്. ഇന്ന് രാത്രി ലോകം കാണുന്നത് പോലെയല്ല സ്വർഗം നിങ്ങളെപ്പറ്റി കാണുന്നത്. സ്വർഗത്തിന് നമ്മളെപ്പറ്റി വലിയ സ്വപ്നങ്ങളുണ്ട്, വലിയ മഹിമാധനങ്ങളുണ്ട്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും തിരിച്ചറിയാൻ ഇന്ന് രാത്രി നിങ്ങളുടെ ആത്മക്കണ്ണുകളെ തുറക്കട്ടെ. ഓ, നിങ്ങളുടെ മേൽ കിടക്കുന്ന വിളിയെ തിരിച്ചറിയുവാൻ നിങ്ങളുടെ കണ്ണുകൾ തുറക്കട്ടെ. സ്വർഗപിതാവേ, ഈ നല്ല രാത്രിക്കായി സ്തോത്രം. ഈ നിമിഷത്തിൽ എൻ്റെ വചനം, എന്നിലൂടെ ദൈവവചനം കേട്ട ദൈവമക്കളെല്ലാം ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ അവർ ഹൃദയദൃഷ്ടി പ്രകാശിക്കട്ടെ. അകത്തെ മനുഷ്യൻ ഇന്ന് രാത്രി, യെസ് ലോർഡ്, യേശുവിൻ നാമത്തിൽ ആമേൻ, അത് കണ്ണുകൾ തുറക്കപ്പെടട്ടെ. അവർക്ക് വേണ്ടി ദൈവം കരുതിയിരിക്കുന്ന മഹിമാധനത്തെ കാണുവാൻ കഴിയാതെ വണ്ണം കണ്ണുകളെ അടച്ചു വച്ചിരിക്കുന്ന, ആത്മക്കണ്ണുകളെ അടച്ചു വച്ചിരിക്കുന്ന എല്ലാ പോരുകളും യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. Let them see visions. Let them see the glory of God that is manifested for them. യേശുവിൻ നാമത്തിലെ ഹദേൽ ഹസീനി ലിബോർ ഹംദല റിബാല ഷേരെ ഹന്ദരാധരിയ ജോഡാന ഹസ്തേലെ ഹത്തമന ഹദരബദന. സ്പിരിച്വൽ അടുത്ത മണ്ഡലത്തിലേക്ക് കയറട്ടെ. പ്രാർത്ഥനാ ജീവിതത്തിന്റെ അടുത്ത മണ്ഡലത്തിലേക്ക് അവർ കേട്ടട്ടെ. കർത്താവേ, യുഡാന ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവരായി ഞങ്ങൾ തീരട്ടെ. ഹല്ലേലൂയ.
ആമേൻ, ആമേൻ, ആമേൻ. ജുഡാന ഈ ജനത്തെ ഞാൻ ആത്മാവിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കേൾപ്പിച്ചത് എല്ലാ വചനങ്ങൾക്കായി സ്തോത്രം. കർത്താവിന്റെ വരവ് താമസിച്ചാൽ അടുത്ത ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൽ ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണമേ കർത്താവെ. ഹല്ലേലൂയ. അവിടുത്തെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരുടെ അവിടുത്തെ മഹിമാധനം ഇന്നതെന്നും അറിയുവാൻ ഞങ്ങളുടെ കണ്ണുകളെ ഇന്ന് രാത്രി തുറന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇനി ഞങ്ങൾ ആത്മീയ പാപ്പരത്വത്തിൽ, ആത്മീയ ദാരിദ്ര്യത്തിൽ ജീവിപ്പാൻ സ്വർഗം അനുവദിക്കത്തില്ല. വി ആർ റിച്ച് ഇൻ ക്രൈസ്റ്റ്. വി ആർ റിച്ച് ഇൻ ക്രൈസ്റ്റ്. We are sanctified the blood of the Lamb. Oh, Rabba Shakalabara Hadurimini Alkamanagashasi. We are righteous in Christ. We are holy in Christ. We are rich in Christ. ക്രിസ്തുവിൽ ഞങ്ങൾ സമ്പന്നരാകിയ സ്തോത്രം. അപ്പച്ചാ നല്ല വചനങ്ങളെ കേൾപ്പിച്ച സ്തോത്രം. ഈ ജനത്തെ പിതാവിന്റെ പുത്രനെ പരിശുദ്ധ അനുഗ്രഹിക്കുന്നു. കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളുണ്ട്, ലോകമെമ്പാടും പാൻഡമിക് ഉണ്ട്. കർത്താവ് അതിന്റെ നടുവിലൂടെ ഞങ്ങൾ സൂക്ഷിക്കുന്നല്ലോ. ദൈവത്തിന്റെ ദയക്കായി സ്തോത്രം. എല്ലാം മരണഭയം വിട്ടു മാറട്ടെ. സ്വർഗം കരുതിയ കരുതുകൾ വെളിപ്പെടട്ടെ. അബ്രഹാമിന് വേണ്ടി മലമുകളിൽ വെളിപ്പെട്ട ആ വെളിപ്പെടുത്തലുകളെ കർത്താവെ, ഹല്ലേലൂയ, കരുതലിനെ കാണുവാൻ അബ്രഹാമിന് കൃപ കൊടുത്തതുപോലെ ദൈവത്തിന്റെ കരുതലുകൾ തന്നെ ജനം അറിയട്ടെ. പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു ഓൾ. അവൻ കർത്താവിന്റെ വരവ് താമസിച്ചാൽ ബാക്കി ഭാഗം നമുക്ക് നാളെ ധ്യാനിക്കാം. കർത്താവ് ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.